പരസ്പരം മർദ്ദി എന്ന ഗാനീശ് പാടുന്ന ആരാധനകളുടെ സ്വഭന്മാരുമായ ശരീരങ്ങളും അശരീരങ്ങളുമായ സ്വർഗശേനകൾ ആരെ മഹത്വപ്പെടുത്തുന്നുവോ ആയവനെ നമുക്കും മഹത്വപ്പെടുത്താം. വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധകളിൽ അപ്പവിടുത്തെ സ്തോത്രം ചെയ്ത് വാഴ്ത്തി തന്റെ സ്ത്രീഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറുകിപ്പിടിയും പാമോചനത്തിനും നിത്യവായുവിനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നതിന് ചെയ്തു. സ്തോത്രം ചെയ്ത വാഴ്ത്തി തന്റെ ബന്ധുക്കാർ നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പറഞ്ഞു തോളുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുകയും പാപമോചനത്തിൽ നിത്യജീവനുമായ ചെയ്തു. വലുതായി സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരികയും എന്റെ മരണത്തെ പുനരുദ്ധാനത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും കർത്താവിനോട് കൽപ്പിച്ചു. അതാമോ നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗ്ഗാരോഹണത്തെയും പിതാവാദൈവത്തിന്റെ വലതുഭാഗത്തിനെയും നീതിയോടെ ഭൂമിയെ ന്യായം വിധിച്ച ഓരോ മനുഷ്യനും അവനവന്റെ പ്രവർത്തികൾ പോലെ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ പ്രാഭവത്തോടുകൂടെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനാൽ അർപ്പിതമല്ലാതെ വലിയ ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പ്രവർത്തിക്കുകയും പരിഹാരം ചെയ്യുകയും വരുന്നേ. എന്നാലും അതിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധം നിന്റെ ദാസനായ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തനായ പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു പറയുന്നു. ഇതായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ യഹോവേ, ഈ സമയത്ത് നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും
കരുണയുള്ളണമേ. കർത്താവേ എന്നോട് ഉത്തരവരുളണമേ. കർത്താവേ എന്നോട് ഉത്തരവരുളി ദയ തോന്നിയ മേൽ കരുണ ചെയ്യണമേ. ശരീരവും ശരീരവും ഞങ്ങളുടെ ദൈവമായ ശരീരവുമാകട്ടെ. പുതിയ തെറ്റാഗ്രമായിട്ടും ഞങ്ങളുടെ വിശ്വാസമാണ് പാർമയും സ്ഥാപിതവും അവസാനം വരെ വേദവിരുദ്ധങ്ങളാകുന്ന എന്റെ പരിശുദ്ധതയെ നിരീക്ഷിക്കണമേ. പരിശുദ്ധം സാരാംശങ്ങളോടൊന്നാലും ആകർഷിച്ചതുമായിരിക്കും. പുതിയ സ്തോത്രവും ആരാധനയും അടയ്ക്കുന്നു. Let us pray and beseech the Lord our God at this great and solemn and sacred moment for all the spiritual fathers and rulers who are appointed of us this day and in this life to shepherd and govern the holy churches of God in the four quarters of the earth. Our holy and revered and blessed patriarchs, our Father more Ignatius, our Father more Basilius, and our Father more Gregorius, and our Father more Dionysius, and these holy fathers more Irenaeus and more Polycarpus, who are being upheld by God, along with all the other Orthodox bishops and spiritual fathers, truly faithful. Let us beseech the Lord. Lord, your blood once granted gracious times and quiet and settled life in peace. And we will offer our glory to you and your only begotten Son and your only Holy Spirit, now and always and forever and ever. Amen. Barkimon. Again we call to remembrance, O Lord, all our brethren, the faithful and true Christians, who have visited us and earnestly requested us, humble and feeble though we be, to remember them on this occasion and at this time. We pray thee, Lord God Almighty, on behalf of all those who are fallen in all kinds of hard trials and taken refuge in thee, that they may be delivered and visited by thee, and on behalf of this congregation preserved by God, and for the unity and prosperity of all their faithful members, that they may continue in virtue, let us beseech the Lord. Your presence, put at thee, tormented to this time. Poor and miserable, orphans and widows, that will offer glory to you and to your only begotten Son, and your Holy Spirit, now and always and forever and ever. Amen. Barkimon. Again we remember all the faithful and truly Christian rulers who have established and confirmed in the true faith the churches and the monasteries of God in the four quarters of the earth, and for the clergy and faithful people, and for the whole Christian community, that they may continue in virtue,
Let us beseech the Lord. By your grace, that we may live before you a peaceful and joyous life, and we may be seen with mercy in the eyes of those who rules and roots us and will offer glory to you, and your only begotten Son, and your Holy Spirit, now and always, forever and ever. Amen. Again we commemorate her who is worthy of being called blessed, and external whole generations of the earth, holy, glorious, and blessed, ever virgin and blissful, Mary, the Mother of God. Along with her, let us remember also the prophets and the apostles, the preachers and the evangelists, the martyrs and the confessors, the blessed Saint John the Baptist, the forerunner of his master, and the illustrious Saint Stephen, chief of the deacons, and the first of the martyrs, and the exalted Saint Peter and Saint Paul, chief among the apostles, and our father Saint Thomas the apostle. Let us remember at the same time the whole company of the saints, both men and women. May their praise be a secure stronghold. Let us beseech the Lord. Those who have pleased you by their works of justice, hold us worthy of the inheritance and share with them, and we will offer glory to you and your begotten Son, and your Holy Spirit, now and always and forever and ever. Amen. Once more. Again, we remember those who have before us fallen asleep in holiness and taken repose in the abode of the saints, and who have maintained and delivered and entrusted to us the one apostolic and uninterrupted faith. We also acknowledge those three synods, sacred, holy, and ecumenical, namely that in Nicaea, that in Constantinople, and that in Ephesus, and our illustrious and divine holy fathers and doctors who participated in them. The Venerable St. James, the first Archbishop of Jerusalem, Apostle and Martyr, and Ignatius, Clement, Dionysius, Athanasius, Julius, Basilius, Gregorius, Dioscoros, Timotheus, Felixinus, Anthimos, and Evanius, and mentionable especially by name, Saint Cyril, that exalted and veritable tower of knowledge, who expounded the doctrine of the incarnation of God's Word, our Lord Jesus Christ, declaring and showing clearly that he became incarnate. We remember also patriarchs and Xaverios, the crown of the Syrian, the eloquent mouth, the pillar and the doctor of the Holy Church of God as a whole, the meadow abounding in blossom, who preached all the time that Mary was undoubtedly the God-bearer, and our venerable and holy Father, Mar Jacob Barthios, the upholder of the Orthodox faith, and more Ephraim and more Jacob, and more Isaac and more Barthios, and more Basomas, the chief among the mourners, and more Simeon the starlight and the boy, the elect one, Yoduma the Sirios, and our saints in the Malankara Church, Saint Gregorios, and Saint Dionysius, and those before them, and with them, and after them who have kept it handed down and entrusted to us the one genuine and defiled faith. May their praise be a stronghold world. Let us beseech the Lord. Bring thy soul. By your grace, O Lord, upon the rock of your true faith of the three holy synods, that we will offer glory to you and your only begotten Son, and your Holy Spirit, now and always, and forever and ever. Amen. Glory to God. Again, we remember all the faithful departed ones who have passed away in love and in true faith from this holy sanctuary and from this church and from this place and from all places and regions. Those who before us have fallen asleep and are at rest,
and have attained to thee, O Lord, the Father, the Lord of both the spirits and of all the flesh. Let us pray and beseech Christ our God, who has received to himself their spirits and their souls, that he may, according to his abundant mercies, account them worthy of the remission of debts and the forgiveness of sins, and make both us and them to attain to his heavenly kingdom. Let us cry aloud and say 3 times, Kyrie eleison, Kyrie eleison, Kyrie eleison, Kyrie eleison. Deliver them from the grip of the evil spirit, and rescue them from the temptation and misery. May the light of your only begotten Son shine upon us and upon them, for through him your soul look forward to find mercies and the remission of sins for us and for them. പോയിരിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കപ്പെടുന്നവനെ മനസ്സോട് മനസ്സോടാതെ എപ്പോഴോ എവിടെയോ പ്രകാരം ഞങ്ങളെ കുറിച്ചുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. സകലത്തിലെന്ന പോലെ കുർബാന വഴിയായി സകലത്തിൽ ബഹുമാനവും വാഴ്ത്തപ്പെടുന്നതും ഞങ്ങളുടെ കർത്താവേശയോടും സകലത്തിൽ പരിശുദ്ധവും പരിശുദ്ധവും ജീവൻ നൽകുന്നതിനും സാരാംശത്തിനോടാക്കി പരിശുദ്ധമായിട്ടും കൂടെ ചുരുക്കപ്പെട്ടു കൊടുക്കപ്പെടുവാനാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാവുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Song
നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അങ്ങനെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരും സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് അറിയിപ്പും കാണാതെ പോയിരിക്കുന്നവർ കണ്ടെത്തലും വിലവച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവന്മാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും ആചാരത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരമായിരങ്ങളും പതിനായിരങ്ങൾ നിന്നെ പോഴ്ത്തുന്നു. സൗരഭ്യവാസനയായ നിനക്കർപ്പിക്കുന്ന കാഴ്ചകളെ ബലികളെ നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗ്ഗസ്ഥനായ പിതാവാം ദൈവമേ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. പാർക്കുമോ Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our debts and sins, as we also have forgiven our debtors. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power and the glory, forever and ever. Amen. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനെന്നാ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മധ്യനും ജീവൻ നൽകുന്നവരും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഇന്നുവന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുലെ സുബാലവൽപി പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണിക്കപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും തന്നെയുടെ ധാനവും നാം തലകുനിക്കണം. സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങൾ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിരം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായിരിക്കും സ്തുതി സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുലെ സുബാലവൽപി ഓർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭാവം മനാദോ അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ തന്റെ കൃപയാനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പാലിക്കുമോ ഭയത്തോടും മുറയിലോടും കൂടെ നാം സൂക്ഷിക്കണം. Holy things to the holy and pure virgin. With us is the Holy Father, who by His grace created this world. With us is the Holy Son, who by the precious suffering of His body redeemed this world. And with us is the one holy and living Spirit, who completes and perfects of all that is to be. Blessed be the name of the Lord, from ages unto ages of ages. Sudhiyodu Rajamagal, Hallelujah, Hallelujah, Nimmalamai, Rajabhaviniyam, Nimmalavajan Mohiba, Hallelujah, Mariamin Smarana Intercession of saints. Nidivan Vanavora Dalitidume, Hallelujah. Alayavan Ravanon Narimo. Hallelujah.